ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെങ്കോച്ച് മെസ്സേജ് ചോദിച്ചു, ബ്രോ എന്തിനാണ് ഈ ബെസ്റ്റികളെ റോസ്റ്റ് ചെയ്യുന്നത്? ബെസ്റ്റ് എന്താണ് ബ്രോയിൻ്റെ റിലേഷൻഷിപ്പിൽ കാണിച്ചത്? എല്ലാ ബെസ്റ്റികളും ഒരുപോലെയല്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരത്തേക്ക് റിപ്ലൈ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന പല ആൾക്കാരും പല പെമ്പിള്ളേരും കാണും. ബെസ്റ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിൽക്കുന്നതേ വാണങ്ങളാണ്. അവരെ ഞാൻ പറയുന്നത് നട്ടലിന് പകരം റബ്ബറുള്ള ടീംസാണ്. കാണിക്കുന്നതൊക്കെ ഡാഡിലെസ് പ്രവൃത്തികളായിരിക്കും. റിലേഷൻഷിപ്പിലുള്ള രണ്ടാൾക്കാരുടെ നടുക്ക് കയറി നിന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്ത ആ റിലേഷൻഷിപ്പ് ബ്രേക്കാക്കി അതിനകത്ത് ആ പെങ്കോച്ചിനെ സ്വന്തമാക്കുക എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഈ ബെസ്റ്റികൾ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ അമ്മയും പപ്പയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് കയറി നിന്ന് വരെ കളിച്ച് അത് നാശാക്കി കൊടുക്കാനായിട്ട് എക്സ്പേർട്ടാണ്. അത്രയും ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത അതിൻ്റെ മക്കളാണ് ഈ ബെസ്റ്റികൾ. എൻ്റെ റിലേഷൻഷിപ്പിനകത്ത് ബെസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ എൻ്റെ ഗേൾ ഫ്രണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നോട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ്, മെസ്സേജ് അയക്കും, ഫോൺ വിളിക്കും, ഭയങ്കര രീതിയിൽ നല്ല സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പെങ്കോച്ചിന് വയനാട് മുട്ടിലെന്ന് പറയുന്ന സ്ഥലത്ത് ഫോൺബീൻ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ ജോലി കിട്ടി. റിസോർട്ട് ജോലിക്ക് പോകണ്ട, കുറേ മോശപ്പെട്ട സംഭവങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഇല്ല ചേട്ടായി, എനിക്ക് അങ്ങനെ പോയേ പറ്റൂ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ജോലിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിലൊരു സംഭവം നടന്നാൽ നീ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം, നിനക്ക് ഞാൻ ചിലവിനുള്ള കാശ് തരാം, നിനക്ക് എന്താ ആവശ്യമുണ്ടെന്ന് നീ എന്നോട് ചോദിച്ചോ, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും കുറവ് വെച്ചിട്ടില്ല. സാരം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി ഏതാണെന്ന് ചോദിച്ചപ്പോൾ കിൻഡർ ജോയ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ കാണാൻ പോയപ്പോൾ മേടിച്ചുകൊണ്ട് കൊടുത്തത് ഒരു പെട്ടി കിൻഡർ ജോയ് ആണ്. ഒരു വാലന്റൈൻസ് ഡേ വരുമ്പം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുറവും വെച്ചിട്ടില്ല.